നിങ്ങളൊരു എഞ്ചിനീയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. കാര്യം ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് ദുബായിൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള കുറച്ച് എഞ്ചിനീയറിംഗ് പ്രൊഫഷൻസിനെ കുറിച്ച്. ഹബീബി, കം ടു മൈ ചാനൽ. ഞാൻ ഈ സീരീസിന്റെ തുടക്കത്തിലുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു വേക്കൻസീസ് വരുന്നതനുസരിച്ച് നിങ്ങളോട് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയുള്ള ഒരു വേക്കൻസി വന്നത് അപ്ഡേറ്റ് ചെയ്യുവാണ്. അതായത് നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫറാണ്, ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളൊരു ഫാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായിയുടെ ലക്ഷറി വില്ലാസ് ഷൂട്ട് ചെയ്യാനൊക്കെ കൊണ്ടൊരു അവസരമുണ്ട്. അതായത് ദുബായിലെ ലീഡിംഗ് ആയിട്ടുള്ളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫറെ നോക്കുന്നുണ്ട്. ഞാൻ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് പ്ലസ് വാട്സപ്പ് നമ്പർ, ഇമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ഈ പറയുന്ന പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം അവസരങ്ങൾ ഒരിക്കലും നമ്മളെ നോക്കി നിൽക്കത്തില്ല, നമ്മൾ ചാടി കയറി പിടിച്ചേക്കണം. എത്രയും വേഗം CV അയച്ചു. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ ഒരു കല്ലെടുത്ത് മേലോട്ടിട്ട അത് താഴെ വന്ന് പതിക്കുന്നത് ഒരു എഞ്ചിനീയറുടെ തലയിലായിരിക്കും എന്ന്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ സത്യമാണ്. കാര്യം ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഓരോ ട്രെൻഡായിരുന്നു. ഒരു സമയത്ത് നേഴ്സിംഗ് ട്രെൻഡായിരുന്നു. ആ സമയത്ത് കൊല്ലവരും നേഴ്സിംഗിന് വേണ്ടി പോകുന്നു, നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നു. ഒരുപാട് നേഴ്സുമാർ പഠിച്ചിറങ്ങി ജോലി കിട്ടാതായപ്പോഴത്തേക്കിന് ആ ട്രെൻഡ് അങ്ങ് മാറി. പിന്നെ അത് കഴിഞ്ഞ് വന്ന ട്രെൻഡായിരുന്നു എഞ്ചിനീയറിംഗ്. നമ്മുടെ നാട്ടിൽ കൂണ് പോലാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ മുളച്ചു വന്നത്. ഇപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ആ സമയത്ത് ഒരുപാട് ആളുകൾ കുട്ടികളെ എഞ്ചിനീയറിംഗ് പഠിക്കണം, എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് വിട്ടു. ഇതിന് സംഭവിച്ചത് എന്താ? ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിള്ളേർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയായി. എനിക്കറിയാം ഇത് പറയുമ്പോൾ ഇതിനടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് വരുമെന്ന്. നിങ്ങൾ എത്ര നെഗറ്റീവ് കമന്റ് ഇട്ടാലും സത്യമെന്ന് പറയുന്നത് മൂടി വെക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോഴും നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടാൻ നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അവരെ ഉദ്ദേശിച്ച് അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കുള്ളൊരു ഹോപ്പാണ് ഈ വീഡിയോ. അതായത് ഇവിടെ ദുബായിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള കുറച്ച് പ്രൊഫഷൻസിന് എത്ര സാലറി കിട്ടുമെന്നും എന്തൊക്കെ യോഗ്യത വേണമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊഫഷനിലോട്ട് പോകാം. സിവിൽ എഞ്ചിനീയറിംഗ്. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അതുപോലെ എക്സ്പീരിയൻസ് വിത്ത് കൺസ്ട്രക്ഷൻ, സ്ട്രക്ചറൽ ഡിസൈൻ ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, എക്സാമ്പിൾ ചാർട്ടേഡ് എഞ്ചിനീയർ ഓർ PNB. ഇറ്റ് ക്യാൻ ബി അഡ്വാൻറ്റേജ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതായത് എൻട്രി ലെവൽ, മിഡ് ലെവൽ ആൻഡ് സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറിന് കിട്ടുന്ന സാലറി എത്രയാണെന്ന് വെച്ചാൽ AED 8,000 മുതൽ 12,000 ദിർഹംസ് വരെ. അതായത് ഇന്ത്യൻ മണിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 1,80,000 മുതൽ 2,80,000 വരെ. അടുത്തത് മിഡ് ലെവൽ. ഇവർക്ക് 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നോക്കിക്കഴിഞ്ഞാൽ AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെ. അതായത് ഇന്ത്യൻ മണി 2,80,000 മുതൽ 4 ലക്ഷം രൂപ വരെ. അടുത്തത് സീനിയർ ലെവൽ. ഇവർക്ക് 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നോക്കാം. ആവറേജ് സാലറി AED 20,000 മുതൽ 30,000 ദിർഹംസ് വരെ. അതായത് 4.5 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ. അടുത്തതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ എക്സ്പീരിയൻസ് ഇൻ മെക്കാനിക്കൽ ഡിസൈനിങ്, HVAC സിസ്റ്റം ആൻഡ് മെഷീനറി. കൂടാതെ അഡ്വാൻസ്ഡ് ഡിഗ്രി ഓർ സർട്ടിഫിക്കേഷൻ ക്യാൻ ബി അഡ്വാൻറ്റേജ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് ഓർ PNB ഓർ സിഗ്മ. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. എൻട്രി ലെവൽ, മിഡ് ലെവൽ, സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവൽ മെക്കാനിക്കൽ എഞ്ചിനീയറിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8,000 മുതൽ 12,000 ദിർഹംസ് വരെ. 1,80,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി മിഡ് ലെവൽ എഞ്ചിനീയറുടെ ആവറേജ് സാലറി നോക്കാം. ഇവർക്ക് 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇവർക്ക് AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെയാണ് ഒരു മാസത്തെ ആവറേജ് സാലറി. 2,80,000 മുതൽ 4 ലക്ഷം രൂപ വരെ. ഇനി സീനിയർ ലെവലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 10+ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവരുടെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 18,000 മുതൽ 25,000 ദിർഹംസ് വരെ. അതായത് 4 ലക്ഷം രൂപ മുതൽ 5,80,000 രൂപ വരെ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ദുബായ് ഒരു ഡെവലപ്പിംഗ് സിറ്റിയാണ്, അല്ല ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ നിർമ്മിതികൾ വരുന്നുണ്ട്. അതിപ്പം ഏത് മേഖലയിലായിക്കോട്ടെ, കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, മെക്കാനിക്കൽ സൈഡ് ആയിക്കോട്ടെ, IT സൈഡ് ആയിക്കോട്ടെ. അപ്പോൾ ഈ മേഖലയിലെല്ലാം ഈ പറയുന്ന എഞ്ചിനീയറിംഗ് പ്രൊഫഷൻസിന് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ നോക്കാം. അതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ, പവർ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ സിസ്റ്റംസ്. കൂടാതെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ഓർ മാസ്റ്റർ ഡിഗ്രി ക്യാൻ ബി അഡ്വാൻറ്റേജ്. എക്സാമ്പിൾ PE
PNP. ഇവരെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ. ഒരു എൻട്രി ലെവൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8,000 മുതൽ 12,000 ദിർഹംസ് വരെ, അതായത് 1,80,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ എഞ്ചിനീയർ, അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെ, 2,80,000 മുതൽ 4 ലക്ഷം രൂപ വരെ. ഇനി ഒരു സീനിയർ ലെവൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് എത്ര സാലറി കിട്ടും നോക്കി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇവർക്കും 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇവർക്ക് AED 18,000 മുതൽ 30,000 വരെ ഇവർക്ക് ഒരു മാസം ആവറേജ് സാലറി ആയിട്ട് ലഭിക്കും. ഇത് ഇന്ത്യൻ രൂപയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ. ഡേ ബൈ ഡേ ഇന്ന് ലോകത്ത് പുതിയ പുതിയ IT വിപ്ലവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല പല മെയിൻ ഹബ്ബുകളിലും ഈ പറയുന്ന IT ഫീൽഡിലുള്ള എഞ്ചിനീയർമാർക്ക് ഒരുപാട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓഫ്കോഴ്സ് ഇവിടെ ദുബായിലും ഈ പറയുന്ന IT മേഖലയിലുള്ളവർക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ IT മേഖലയിലെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്. സ്ട്രോങ് പ്രോഗ്രാമിംഗ് സ്കിൽസ്, എക്സാമ്പിൾ ജാവ, പൈത്തോൺ, C++, ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. കൂടാതെ സർട്ടിഫിക്കേഷൻ ഇൻ സ്പെസിഫിക് ടെക്നോളജീസ്, എക്സാമ്പിൾ AWS, മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ ക്യാൻ ബി അഡ്വാൻറ്റേജ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നോക്കാം. ഒരു എൻട്രി ലെവൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 15,000 ദിർഹംസ് വരെ. ഇന്ത്യൻ മണിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2,30,000 മുതൽ 3.5 ലക്ഷം രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കിട്ടുന്ന ഒരു സാലറി നോക്കാം. ഇവർക്ക് 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. AED 15,000 മുതൽ 20,000 ദിർഹംസ് വരെയാണ് ഒരു മാസം ഇവർക്ക് കിട്ടുന്ന ആവറേജ് സാലറി. INR നോക്കിക്കഴിഞ്ഞാൽ 3.5 ലക്ഷം മുതൽ 4.5 ലക്ഷം രൂപ വരെ. അടുത്തത് സീനിയർ ലെവൽ, ഇവർക്ക് 10+ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് AED 20,000 മുതൽ 35,000 ദിർഹംസ് വരെ, അതായത് 4.5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ. അടുത്തത് കെമിക്കൽ എഞ്ചിനീയേഴ്സ്. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ നോളജ് ഓഫ് കെമിക്കൽ പ്രോസസ്സസ്, പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള റോളിന് മിക്ക സമയത്തും മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ PhD ആവശ്യമാണ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: എൻട്രി, മിഡ്, സീനിയർ. ഒരു എൻട്രി ലെവൽ കെമിക്കൽ എഞ്ചിനീയറിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 8,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്, അതായത് 1,80,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ കെമിക്കൽ എഞ്ചിനീയർ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കും 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെയാണ്, 2,80,000 മുതൽ 4 ലക്ഷം രൂപ വരെ. ഇനി നമുക്ക് സീനിയർ ലെവലിലോട്ട് നോക്കാം. ഇവർക്ക് 10+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 18,000 മുതൽ 30,000 ദിർഹംസ് വരെയാണ്, 4 ലക്ഷം മുതൽ 7 ലക്ഷം ഇന്ത്യൻ രൂപ വരെ. അടുത്തത് എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ്. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്, കൂടാതെ എക്സ്പീരിയൻസ് വിത്ത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്സ്, വേസ്റ്റ് മാനേജ്മെന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ എൻവയോൺമെന്റൽ എഞ്ചിനീയർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 7,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്, അതായത് 1,60,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ എൻവയോൺമെന്റൽ എഞ്ചിനീയർക്ക് കിട്ടുന്ന സാലറി നോക്കാം. പക്ഷെ ഇവർക്ക് 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി. ഇന്ത്യൻ രൂപയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ 2,80,000 മുതൽ 4 ലക്ഷം രൂപ വരെ. ഇനി സീനിയർ ലെവൽ, ഇവർക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. AED 18,000 മുതൽ 25,000 ദിർഹംസ് വരെ, 4 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ. അടുത്തത് എയറോസ്പേസ് എഞ്ചിനീയേഴ്സ്. ഇനി ഇവർക്ക് വേണ്ടൊരു ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അതുപോലെ നോളജ് ഓഫ് എയർക്രാഫ്റ്റ് ഡിസൈൻ, പ്രൊപ്പൽഷൻ ആൻഡ് എയറോഡൈനാമിക്സ്. കൂടാതെ ഈ സ്പെഷ്യലൈസ്ഡ് റോളുകൾക്ക് അല്ലെങ്കിൽ റിസർച്ചുകൾക്ക് ഒരു മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ PhD നിർബന്ധമാണ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കിയാൽ ഒരു എൻട്രി ലെവൽ എയറോസ്പേസ് എഞ്ചിനീയർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 15,000 ദിർഹംസ് വരെയാണ്, ഇന്ത്യൻ രൂപ 2,80,000 മുതൽ 3,50,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ എയറോസ്പേസ് എഞ്ചിനീയർക്ക് കിട്ടുന്ന ആവറേജ് സാലറി നോക്കാം. ഇവർക്ക് 5 മുതൽ 10 വരെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. AED 18,000 മുതൽ 25,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി, 4 ലക്ഷം മുതൽ 5,80,000 രൂപ വരെ. ഇനി
സീനിയർ ലെവൽ എയറോസ്പേസ് എഞ്ചിനീയർ കിട്ടുന്ന സാലറി നോക്കാം. ഇവർക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. AED 25,000 മുതൽ 40,000 ദിർഹംസ് വരെയാണ് ഇവർക്ക് ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി. INR 5,80,000 മുതൽ 9,30,000 രൂപ വരെ. അടുത്തത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ ഓർ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, അതുപോലെ നോളജ് ഓഫ് സ്ട്രക്ചറൽ ഡിസൈൻ, മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡ്സ്, കൂടാതെ എക്സ്പീരിയൻസ് ഇൻ ഡിസൈൻ സോഫ്റ്റ്വെയർസ്, അതായത് ഓട്ടോകാഡ്, റിവിറ്റ് തുടങ്ങിയവ. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കാം. ഒരു എൻട്രി ലെവൽ സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്. 1,80,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ സ്ട്രക്ചറൽ എഞ്ചിനീയർക്ക് കിട്ടുന്ന സാലറി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. AED 18,000 മുതൽ 25,000 വരെയാണ് ഒരു മാസത്തെ ആവറേജ് സാലറി. ഇനി ഇത് ഇന്ത്യൻ രൂപയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 ലക്ഷം മുതൽ 5,80,000 രൂപ വരെ. ഇനി ഒരു സീനിയർ ലെവൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ കിട്ടുന്ന ആവറേജ് സാലറി നോക്കാം. 10 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 20,000 മുതൽ 35,000 ദിർഹംസ് വരെയാണ്. അതായത് 4.5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ. ഞാൻ ഇതെല്ലാം പറയുമ്പോഴും പറയുന്നു, ഇതെല്ലാം ബേസ് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങളുടെ ബേസ്ഡ് ഓൺ യുവർ ഇന്റർവ്യൂ പെർഫോമൻസ്. ഞാൻ ഇവിടെയുള്ള ഒരു ആവറേജ് സാലറി സ്കെയിലാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾ പറയരുത് എനിക്ക് ഇത്രയും കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ട് പറയരുത് എനിക്ക് ഇത്രയും കിട്ടുന്നില്ലല്ലോ, നിങ്ങൾ പറഞ്ഞു ഇത്രയും കിട്ടുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയരുത്. ഇതൊക്കെ ഞാനൊരു ആവറേജ് സാലറിയാണ് പറയുന്നത്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അടുത്തത് പെട്രോളിയം എഞ്ചിനീയേഴ്സ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഡിൽ ഈസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കുന്നു, അങ്ങനെയാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് എല്ലാം ഡെവലപ്പ് ആയത്. ഇപ്പോഴും പല പല രാജ്യത്തും പല പല മിഡിൽ ഈസ്റ്റ് രാജ്യത്തും ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുക്കുന്നുണ്ട്. ഈവൻ ഇവിടെ UAE ഉൾപ്പെടെ ദുബായ്, അബുദാബി എല്ലായിടത്തും ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പെട്രോളിയം എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് വേക്കൻസി ഉണ്ട്. അതുപോലെ ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നതും കുറച്ചുകൂടെ മച്ച് ബെറ്റർ ദാൻ ബാക്കിയുള്ള എഞ്ചിനീയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്, കൂടാതെ സ്പെഷ്യലൈസേഷൻ ഇൻ ഡ്രില്ലിംഗ്, റിസർവോയർ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ, അതുപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ എക്സാമ്പിൾ SPE. അതുപോലെ ഈ പറയുന്ന മേഖലയിലുള്ള ഫീൽഡ് എക്സ്പീരിയൻസ് ഈ പറയുന്ന പ്രൊഫഷൻസിന് വലിയൊരു അഡ്വാൻറ്റേജ് നൽകും. ഇനി ഒരു എൻട്രി ലെവൽ പെട്രോളിയം എഞ്ചിനീയർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 15,000 മുതൽ 18,000 ദിർഹംസ് വരെ, അതായത് 3.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ പെട്രോളിയം എഞ്ചിനീയർക്ക് കിട്ടുന്ന ആവറേജ് സാലറി നോക്കാം. 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ്. മറക്കരുത്, AED 18,000 മുതൽ 30,000 ദിർഹംസ് വരെയാണ് ഒരു മാസം ഇവരുടെ ആവറേജ് സാലറി. ഇന്ത്യൻ രൂപയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ. ഇനി നമുക്ക് സീനിയർ ലെവൽ പെട്രോളിയം എഞ്ചിനീയറെ നോക്കാം. 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ലെവൽ എഞ്ചിനീയർക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 30,000 മുതൽ 50,000 ദിർഹംസ് വരെയാണ്. 7 ലക്ഷം മുതൽ 11,60,000 രൂപ വരെ. അടുത്തത് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ടെലി കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ എക്സ്പീരിയൻസ് ഇൻ നെറ്റ്വർക്ക് ഡിസൈനിങ്, സിഗ്നൽ പ്രോസസ്സിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, അതുപോലെ സർട്ടിഫിക്കേഷൻ ഇൻ നെറ്റ്വർക്കിംഗ്. എക്സാമ്പിൾ പറഞ്ഞാൽ സിസ്കോ, CCNA, CCNB. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നോക്കാം. നമുക്ക് ആദ്യം എൻട്രി ലെവലിലോട്ട് പോകാം. എൻട്രി ലെവലുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്. അതായത് 1,80,000 മുതൽ 2,80,000 വരെ. ഇനി ഒരു മിഡ് ലെവൽ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറുടെ സാലറി നോക്കാം. ഇവർക്ക് 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെയാണ് ഇവരുടെ ഒരു മാസത്തെ ആവറേജ് സാലറി. 2,80,000 മുതൽ 4,20,000 രൂപ വരെ. ഇനി നമുക്ക് സീനിയർ ലെവൽ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറുടെ സാലറി നോക്കാം. ഇവർക്ക് 10+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. AED 18,000 മുതൽ 30,000 ദിർഹംസ് വരെയാണ് ഇവരുടെ ഒരു മാസത്തെ സാലറി. ഇനി നമുക്ക് INR പോകാം. 4,20,000 മുതൽ 7 ലക്ഷം രൂപ വരെ. ഇനി നമുക്ക് അടുത്ത എഞ്ചിനീയറിംഗ് ഏതാണെന്ന് നോക്കാം. അത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്, അതുപോലെ നോളജ് ഓഫ് മാനുഫാക്ചറിംഗ് പ്രോസസ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സപ്ലൈ ചെയിൻ
optimization. Certification in 6 Sigma or Lean Manufacturing can be advantage. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കാം. ഒരു എൻട്രി ലെവൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 7000 മുതൽ 10000 ദിർഹംസ് വരെയാണ്. 1,60,000 മുതൽ 2,30,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 15,000 ദിർഹംസ് വരെയാണ്. മറക്കരുത്, ഇവർക്ക് 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 2,30,000 മുതൽ 3,50,000 രൂപ വരെ. ഇനി സീനിയർ ലെവലിലോട്ട് പോയാൽ 15,000 മുതൽ 25,000 ദിർഹംസ് വരെ. 3,50,000 മുതൽ 5,80,000 രൂപ വരെ. മറക്കരുത്, 10+ എക്സ്പീരിയൻസ് ഈ പറയുന്ന സീനിയർ ലെവൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് അടുത്ത എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ ഏതാണെന്ന് നോക്കാം. പ്രോജക്ട് എഞ്ചിനീയർ. ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, അതായത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എക്സ്പീരിയൻസ് ഇൻ പ്രോജക്ട് മാനേജ്മെന്റ്, പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ, കൂടാതെ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ, എക്സാമ്പിൾ PNP. ഒരു എൻട്രി ലെവൽ പ്രോജക്ട് എഞ്ചിനീയർ കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്. ഇന്ത്യൻ രൂപയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 1,80,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ പ്രോജക്ട് എഞ്ചിനീയർ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെയാണ്. 2,80,000 മുതൽ 4,20,000 രൂപ വരെ. ഒരു സീനിയർ ലെവൽ പ്രൊജക്ട് എഞ്ചിനീയർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 18,000 മുതൽ 30,000 ദിർഹംസ് വരെയാണ്. 4,20,000 മുതൽ 7 ലക്ഷം രൂപ വരെ. ഞാൻ ഈ പറഞ്ഞ എൻട്രി ഒഴിച്ച് മിഡ് സീനിയർ ലെവലിന് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രൊഫഷണൽ പറഞ്ഞ അതേ എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞ എല്ലാ എഞ്ചിനീയർമാർക്കും വേണ്ടത്. ഒരു റിപ്പീറ്റേഷൻ ആവണ്ട എന്ന് കരുതിയാണ് പറയാത്തത്. അപ്പം ഇനി നമുക്ക് അടുത്ത പ്രൊഫഷൻ ഏതാണെന്ന് നോക്കാം. അടുത്തതാണ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ. ഇവർക്ക് വേണ്ടൊരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്, കൂടാതെ നോളജ് ഓഫ് വെഹിക്കിൾ ഡിസൈൻ, പെർഫോമൻസ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, അതുപോലെ എക്സ്പീരിയൻസ് വിത്ത് കാർ സോഫ്റ്റ്വെയർസ് ആൻഡ് ഓട്ടോമോട്ടീവ് സിസ്റ്റംസ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി, അതായത് ഒരു എൻട്രി ലെവൽ ഓട്ടോമോട്ടീവ് എഞ്ചിനീയർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ്. 1,80,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി മിഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെ, അതായത് 2,80,000 മുതൽ 4,20,000 രൂപ വരെ. ഇനി ഒരു സീനിയർ ലെവൽ ഓട്ടോമോട്ടീവ് എഞ്ചിനീയർ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 18,000 മുതൽ 30,000 ദിർഹംസ് വരെ, 4,20,000 മുതൽ 7 ലക്ഷം രൂപ വരെ. ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത് എനിക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു പ്രൊഫഷനാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഞാൻ അവരോടെല്ലാം പറഞ്ഞിരുന്നു നിങ്ങൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് കാണും, അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് സോർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ്, നിങ്ങൾക്ക് വേണ്ട ഒരു ആവറേജ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്, അതുപോലെ നോളജ് ഓഫ് മെഡിക്കൽ ഡിവൈസസ്, ഹെൽത്ത് കെയർ ടെക്നോളജി ആൻഡ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്. ഇനി ഇവർക്ക് കിട്ടുന്ന സാലറി നമുക്ക് നോക്കാം. ഒരു എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 12,000 ദിർഹംസ് വരെ, 2,30,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി മിഡ് ലെവൽ ആയിട്ടുള്ള ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെ, 2,80,000 മുതൽ 4,20,000 രൂപ വരെ. ഇനി നമുക്ക് സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 18,000 മുതൽ AED 25,000 ദിർഹംസ് വരെ. ഇന്ത്യൻ മണിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 4,20,000 മുതൽ 5,80,000 രൂപ വരെ. ഞാൻ ഈ പറഞ്ഞ മേഖലകളൊക്കെയാണ് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ഇവിടെ വന്നാൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ. സോ നമ്മുടെ വീഡിയോ സീരീസിൽ ഇതുപോലെയുള്ള പല പല ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പല പല മേഖലയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണെന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത വരുന്ന എപ്പിസോഡിൽ പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പറയുന്നു, ഞാൻ ഈ ഒരു സീരീസ് ഒന്ന് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കിന് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ വീഡിയോയിൽ പറഞ്ഞു പോരുന്ന ഓരോ പ്രൊഫഷൻസിൻ്റെയും വേക്കൻസീസ്, ഇവിടെ വരുന്ന വേക്കൻസീസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ പ്രൊഫഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കമ്പനിയിലോ അല്ലെന്ന് പറഞ്ഞാൽ ജോബ് പോർട്ടലിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നു ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. കാര്യം ഇനി വരുന്ന സീരീസിലൊക്കെ ചിലപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ബെൽ ബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ കണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.